ഹായ് ഹലോ. നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ കുരിശിനോട് ചേർന്ന് നമുക്ക് വന്നു നിന്നാലോ? നമ്മളുടെ ജീവിതത്തിലെ സഹനങ്ങൾ നിറഞ്ഞു തന്നെയാണ്. ഒരു മനുഷ്യന് പോലും സഹനമില്ലാത്തവരായിട്ടില്ല അല്ലേ? നമുക്ക് പഴയ നിയമത്തിലൂടെ ഒന്ന് പോവാം. ആദ്യമേ നമുക്ക് ജോബിനെ നോക്കാം. നീതിമാനായ ജോബ്, ദൈവഭക്തനായ ജോബിൻ്റെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ നിറഞ്ഞു. ഭാര്യയും മറ്റുള്ളവരും ദൈവത്തെ തള്ളി പറയാൻ പോലും പറഞ്ഞിട്ട് ദൈവമെല്ലാം കാണുന്നു അറിയുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം യാക്കോബിന്റെ പുത്രനായ ജോസഫിനെ നോക്കാം. സഹോദരങ്ങളാൽ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടു, ഒത്തിരി പീഡ അനുഭവിച്ചു. നീതിമാനായിരുന്നു, ദൈവഭക്തനായിരുന്നു, എന്നിട്ട് പോലും. പിന്നെ നമ്മളുടെ പൗലോസ്ലീഹയുടെ പാസ്റ്റ്, ഭൂതകാലം ഭയങ്കര പാപം നിറഞ്ഞതായിരുന്നു അല്ലേ? ഒത്തിരി തടസ്സങ്ങളും ഒത്തിരി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവാത്മാവാൽ നിറയപ്പെട്ടപ്പോൾ അനേകം ആത്മാവിനെ നേടാൻ പൗലോസ്ലീഹയ്ക്ക് സാധിച്ചു. അതേപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും? നമ്മളുടെ ജീവിതത്തിലെ സഹനങ്ങളും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ, ജോബിനെ പോലെ ജോബിന് അനുവദിച്ച സഹനങ്ങളുണ്ടായി ലൈഫിൽ. അതുപോലെ തന്നെ ജോസഫ് പൊട്ടക്കിണറ്റിൽ അറിയപ്പെട്ടു. മറ്റുള്ളവരാൽ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ കടന്നു വരുന്നുണ്ട്. നമ്മളാൽ വരുത്തി വയ്ക്കുന്ന കുറേ സഹനങ്ങളുണ്ട്, പാപത്തിൻ്റെ പരിണത ഫലമായിട്ട്. ഈശോയെ, എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ ദൈവം അനുവദിച്ചതാണെങ്കിലും മറ്റുള്ളവരാൽ തരുന്നതാണെങ്കിലും ഞാനായിട്ട് വരുന്നതാണെങ്കിലും ഈശോയെ, നിന്റെ കുരിശിനോട് ചേർന്ന് നിൽക്കാനും സഹനശക്തി നിറയാനും ആത്മാവിൻ്റെ അഭിഷേകം നിറയാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനി ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു സമരസഭയിലാണ് ജീവിക്കുന്നത് അല്ലേ? വിജയസഭയിലായ സ്വർഗത്തിൽ നമുക്ക് എത്തണ്ടേ? അപ്പോൾ നമുക്ക് സമരസഭയിലെ ഭൂമിയിൽ നിന്ന് സമരം ചെയ്ത് വിജയസഭയിൽ എത്തിയാലോ? ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്.